എൻ്റെ പേര് അഞ്ജലി. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത് 2022 ജൂലൈയിലാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് ഓൺലൈനായിട്ടാണ് എടുത്തത്. അപ്പം ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് വെച്ച മെയിനായിട്ടുള്ള നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് കാനഡയിലാണ്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഡെലിവറിക്ക് മുന്നേ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകണം എന്ന നിയോഗം വെച്ചാണ് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അപ്പോൾ ആ കൂടെ ഞാൻ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ പുറത്തേക്കുള്ള പേപ്പറിൻ്റെ മെഡിക്കലും ബയോമെട്രിക്കിനുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വിശ്വാസം മാതാവിൽ കൂടിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ പ്രാർത്ഥിച്ചത്, എനിക്ക് ഡെലിവറിക്ക് മുന്നേ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ളൊരു കാര്യത്തിനായിരുന്നു. ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ അനോമലി സ്കാനിൻ്റെ ഡേറ്റ് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് വേറൊരു ഡോക്ടറുടെ അടുത്തേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് ഞാനിങ്ങനെ എക്കോ എടുക്കാൻ പറഞ്ഞു. എക്കോ എടുത്തു. തിരിച്ച് ഞാൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിൻ്റെ റൈറ്റ് വെൻട്രിക്കിൾ ഡെവലപ്പ് ആയിട്ടില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ നമുക്ക് ഇത് വേണ്ടെന്ന് വയ്ക്കാൻ ഞാൻ പറയത്തില്ല, പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പം കുഞ്ഞുണ്ടായാൽ തന്നെ വിത്തിൻ 24 hours ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകണം ഡെലിവറിക്ക് മുന്നേ. അതായിരുന്നു എൻ്റെ ആവശ്യം. അങ്ങനെ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ട് പോയി. ഞാൻ പോയി എക്കോ എടുക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിൻ്റെ സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവരും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഉറപ്പായിട്ടും ഓപ്പൺ ഹാർട്ട് സർജറി വേണം. പിന്നെ കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നായിരുന്നു എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അവിടെ അപ്പോളോ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ 7 മാസമായപ്പോൾ ഞാൻ എറണാകുളത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ കാണിച്ചു. എല്ലാവരും ഇതേ സെയിം ഒപ്പീനിയൻ തന്നെയായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ജൂലൈ മാസത്തിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ അതിലും ഞാൻ കൊച്ചിൻ്റെ നിയോഗമാണ് മെയിനായിട്ടും വെച്ചത്. അപ്പം ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് ഇപ്പം കൊച്ചിനിങ്ങനെ വയ്യ, പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ താമസിച്ചാൽ പിന്നെ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ജപമാല ചെയ്യുമായിരുന്നു, പള്ളിയിലും പോകുമായിരുന്നു. അപ്പം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയത് ഞാൻ ഈ പത്രം കൊടുക്കുമ്പോഴായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ബാഗിലൊരു പത്രം ഇട്ടിട്ട് എല്ലാ വീടുകളിൽ കൂടെയും കയറി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ പത്രം കൊടുക്കുന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ, ഓരോ അത്ഭുതങ്ങൾ എനിക്ക് നടന്നുകൊണ്ടിരുന്ന ഈ പത്രം കൊടുക്കുന്ന ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോകുന്ന കാര്യത്തെപ്പറ്റി അധികം ചിന്തിച്ചില്ല. കുഞ്ഞിൻ്റെ അസുഖം മാറണം, അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു സൈഡിൽ കൂടി എനിക്ക് അങ്ങോട്ട് പോകാനുള്ള പേപ്പറിൻ്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിന് ശേഷം ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പം അച്ഛനൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഡെലിവറി ആകുന്നതിന് മുന്നേ പോകാനും കൂടെ പറ്റുന്ന കാര്യം അച്ഛനോട് പറഞ്ഞായിരുന്നു. അപ്പം അച്ഛൻ അതിന്, നിങ്ങൾ സുരക്ഷിതരാണെങ്കിൽ മാതാവ് എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചുപോയി. ഞാനൊരു ശനിയാഴ്ചയായിരുന്നു ഇവിടെ വന്നത്. ഞാൻ ശനിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് തിങ്കളാഴ്ച എൻ്റെ പാസ്പോർട്ട് റിക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോഴത്തേക്ക് ഓൾറെഡി ഞാനൊരു 35 weeks ആയിരുന്നു, പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി. അപ്പോൾ പിന്നെ ഞാൻ അച്ഛനെ ഇവിടെ വന്ന് കണ്ടതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ എനിക്ക് പാസ്പോർട്ടിനുള്ള റിക്വസ്റ്റ് വന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ, അപ്പം ഞാൻ അവിടെ ബാംഗ്ലൂർ സബ്മിറ്റ് ചെയ്തു എൻ്റെ പാസ്പോർട്ട്. പിന്നെ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ അടിച്ചു വന്നു. പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി, അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഓക്കെ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവരെന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അപ്പോഴത്തേക്ക് ഞാൻ 36 ആയി, അപ്പം പോകാൻ പറ്റത്തില്ല, കാരണം ഫ്ലൈറ്റ് കയറ്റത്തില്ല എന്ന് പറഞ്ഞു.
എനിക്ക് പോകണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഡോക്ടറുടെ പോയി കണ്ട് സർട്ടിഫിക്കറ്റായിട്ട് ഞാൻ ഓഗസ്റ്റ് 28 ഇവിടുന്ന് കാനഡയ്ക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുഞ്ഞിനെ റിപ്പോർട്ടുകളെല്ലാം കൊണ്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് അങ്ങനെ ഒരു അസുഖമേ ഇല്ല, എല്ലാം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞിന് യാതൊരു അസുഖവുമില്ല എന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് എനിക്ക് റിപ്പോർട്ട് തന്നു. എനിക്ക് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാൻ പ്രായമായ ആളുകളെ പോയി കാണുകയും അവർക്ക് ഫുഡ് കൊടുക്കുകയും ചെയ്തു. പിന്നെ എനിക്കറിയാവുന്ന ആളുകൾ സഹായം ആവശ്യമുള്ളവർക്കൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. അതുപോലെ പത്രം ഞാൻ മുടങ്ങാതെ എല്ലായിടത്തും എത്തിക്കാൻ ശ്രമിച്ചു. എനിക്കിത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.